നിങ്ങൾ ഷൂട്ട് ചെയ്ത ഏത് വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ടും ഇവിടെ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ക്യാൻവ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ, ഇപ്പോൾ നിങ്ങൾ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ജസ്റ്റ് വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് സെറ്റസ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട് ആ വീഡിയോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെയാണ് മാറ്റണം നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് എഡിറ്റ് വീഡിയോ എന്നൊരു ഓപ്ഷൻ വരും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമേജസിൻ്റെ ഇപ്പം ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജസിന് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എഡിറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വരുന്നത്. ഇവിടെ ഒരു പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് 100% ആകുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ ആഡ് ചെയ്തോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഫിൽറ്റർ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഷെയർ എന്നുള്ള ഓപ്ഷനുണ്ട്. ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഈ വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുവാണ്. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഫോട്ടോയോ അല്ലെങ്കിൽ ഏത് വീഡിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫിൽറ്റർ ഓരോന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫിൽറ്റർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഫിൽറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ മാത്രം നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ അതും ആക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഫിൽറ്റർ സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് MP4 ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യുകയാണ് MP4 ആയിട്ട്. അപ്പോൾ MP4 ആയിട്ട് ഇത് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് അത് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത ശേഷം ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇമേജ്, എനിക്ക് ഈ ഇമേജാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഇമേജ് ഡ്രാഗ് ചെയ്തിട്ട് അതിനുശേഷം അതിൻ്റെ സൈസ് ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നത് അതിൻ്റെ സൈസ് ഞാൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത വീഡിയോ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ആ വീഡിയോനകത്തേക്ക് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട്. ഇനി ശേഷം വീണ്ടും എഡിറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരുന്നത്. ഓരോ പെർസെൻറ്റേജ് വരെ നോക്കും. ഇതുപോലെ നമുക്ക് ഇമേജസിൻ്റെ സിമ്പിളായിട്ട് ആക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ സ്ക്രീൻ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നിട്ട് നോക്കി കാണാൻ സാധിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്ന് അതിനുശേഷം നിങ്ങൾ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിൻ്റെ സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇത് ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് MP4 ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അല്ല, ഇപ്പോൾ എനിക്ക് വേറെ, അതായത് ഓരോ സീക്വൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതായത് ഇപ്പോൾ ഇത്ര സെക്കൻഡ് ചെയ്യുമ്പം അടുത്ത ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വേണമെങ്കിൽ ആക്കാം. അതിനുവേണ്ടി നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതിനുശേഷം വേറെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് എന്നിട്ട് അത് ഫുള്ള് കവറായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ആ ത്രീ ഡോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3 ഡോട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സെൻഡ് ടു ബാക്ക് എന്നുള്ള ഓപ്ഷൻ അടിക്കാനത്ത് ആ ഇമേജ് ബാക്കിലേക്ക് പോകുന്ന നമ്മുടെ ആ വീഡിയോ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വീഡിയോ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ക്യാൻവ പ്രോയിൽ കിട്ടുള്ളൂ. ക്യാൻവ പ്രോ എങ്ങനെ യൂസ് ചെയ്യാം, അതായത് ഫ്രീ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാൻവ പ്രോ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ക്യാൻവ പ്രോയ്ക്കകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എലമെൻറ്റ്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളും ഇമേജസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒരുപാടെണ്ണം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ പേജിലും ഇപ്പം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ക്യാൻവയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷോർട്സും അതുപോലെ തന്നെ ലോങ് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ AI കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്കൊരു മെയിൻ ചാനലുണ്ട്, TGS വ്ളോഗർ എന്നുള്ള. അപ്പോൾ മണി മേക്കിംഗ് ടിപ്സിനെ കുറിച്ചൊക്കെയാണ് ഞാൻ അതിനകത്ത് ഇടുന്നത്. മണി മേക്കിംഗ്, ഓൺലൈൻ മണി മേക്കിംഗ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റുകളിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.